എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അപ്പൊ സ്വാഭാവികമായും പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ടാകും. മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു ആദർശത്തിന്റെ പേരല്ലേ ഇസ്ലാം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ പേരല്ലേ ഇസ്ലാം? അല്ല സഹോദരങ്ങളെ, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലുകൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ള ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തിന്റെ പേരാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല മതങ്ങളും അത് കൊണ്ടുവന്ന ആചാര്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ബുദ്ധമതം ബുദ്ധന്റെ പേരിലാണ്. അതേപോലെ തന്നെ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമില്ല, എങ്കിലും അതൊരു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി ഹിന്ദു എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ക്രിസ്തീയ മതം ക്രിസ്തുവിന്റെ പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഒരു മതമില്ലെങ്കിലും യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതമെന്നോ അതൊരു കാലത്തെയോ ഒരു ദേശത്തെയോ ഒരു പ്രദേശത്തെയോ ഒരു സമയത്തെയോ ബന്ധിതമാകുന്നില്ല. മറിച്ച് കടന്നു വന്ന ഋഷിമാര് മുനിമാര് പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ നിന്ന് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന കൃത്യമായ സന്ദേശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ മതം അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ആ പൂർത്തീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മാഇദ 5-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാനിതാ ഇവിടെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സീൽ വെക്കപ്പെട്ടു. ഏത് രൂപത്തിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങൾ അകറ്റുന്നതുമായ സർവ്വകാര്യവും അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇനി നമ്മുടെ വക ദീനിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ടോ? ഇല്ല. നമ്മുടെ വക എന്തെങ്കിലും ഒന്ന് എടുത്തു കളയേണ്ടതുണ്ടോ? ഇല്ല. പരിപൂർണമാക്കപ്പെട്ടു ദീനുൽ ഇസ്ലാം. അത് എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ലോകത്തിന് ഉത്തമമായ മാതൃക കാണിക്കുന്ന ഒരു സ്വഹാബത്ത് എന്ന് പറയുന്ന അനുയായികളെ സ്വഹാബത്തുൽ കിറാമിനെ അല്ലാഹു റസൂൽ സൃഷ്ടിച്ചെടുത്തു. ആ മാർഗം കൃത്യമായി കണ്ടുപിടിച്ച താബിഈങ്ങളും താബിഈ താബിഈങ്ങളും നിങ്ങൾക്ക് നന്മയുണ്ട് എന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് ചെയ്യുക. ഉത്തമരായ 3 നൂറ്റാണ്ട് വരെ നമുക്ക് റസൂലുള്ള വളരെ കൃത്യമായി നന്മയുള്ളതായി പഠിപ്പിച്ചു. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഇന്നഹും യഅശ് മിൻകും ബഅദി, എന്റെ കാലശേഷം തീർച്ചയായും പത്തേറവും നിങ്ങൾക്ക് കാണാം ഇഖ്തിലാഫൻ കസീറാ, ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, പുതിയ പുതിയ ചിന്താധാരകൾ, പുതിയ രൂപത്തിലുള്ള ആശയങ്ങൾ, പുതിയ വാദങ്ങൾ, അങ്ങനെ വികലമായ ഗ്രൂപ്പുകളും സഖികളും കക്ഷികളുമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തന്നെയാണ് ആദർശം വ്യക്തമായി ഉൾക്കൊള്ളുന്ന ഒരു ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കിയുള്ള ഭൂരിപക്ഷവും ആ രൂപത്തിലേക്ക് വികലമായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരുടെ ഭൗതിക താല്പര്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടം തോന്നിയ ആദർശം സ്വീകരിക്കാനാണോ? അല്ല. റസൂൽ പറഞ്ഞു ആ രൂപത്തിൽ വികലമാകുമ്പോൾ വഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ ചര്യയിലേക്ക് മടങ്ങണം. ഏതാണ് ചര്യ സഹോദരങ്ങളെ? ഏതാണ് ചര്യ? അസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ മഹ്ദിയീൻ, ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗം, സജ്ജരായ സലഫുകളുടെ മാർഗം. ആ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. ഹല്ലു അലൈഹാ ബിൻ നവാജിദ്, അതിനെ നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിക്കണം എന്നാണ്. അപ്പൊ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് കുതറിപ്പോകുന്ന തരത്തിലുള്ള ആ ഒരു വികലമായ അവസ്ഥയിലേക്ക് ദീനിനെ പല കക്ഷികളായി പല യുക്തിവാദങ്ങളായി മുസ്ലിം സമുദായം തന്നെ കൊണ്ടുപോകുമെന്നും അങ്ങനെ ഓരോരുത്തരും ഖുർആന്റെയും സുന്നത്തിന്റെയും പേരിൽ അറിയപ്പെടുമെന്നും വ്യക്തമായ സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റുവാൻ ആവശ്യപ്പെടുന്ന കക്ഷികൾ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്ന് നമുക്ക് റസൂൽ പഠിപ്പിച്ചു വരികയാണ്. എന്നാൽ ധൈര്യസമയം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാൻ പറ്റും. ചേർത്തത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആദർശമാണ്. ഏതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാർ 71 കക്ഷികളായി പിരിയും. 70 നരകത്തിലേക്കാണ്, 1 മാത്രമാണ് സ്വർഗം. ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിയും. 71 നരകത്തിലേക്കാണ്, 1 കക്ഷി മാത്രമാണ് സ്വർഗത്തിലുള്ളത്. അതേ രൂപത്തിൽ തന്നെ എന്റെ ഉമ്മത്തും ഇതേപോലെ തന്നെ അലാ സലാസിൻ വസബഈന ഫിർഖ 73 വിഭാഗമായി പിളരുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, അതിലെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ,
ഒരു കക്ഷി ഒഴികെ. ഏതാണത് കക്ഷി സഹോദരങ്ങളെ? അതാണ് ഫിർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷി എന്ന് പറയുന്നത്. ആരാണത്? അവരുടെ ഗുണം എന്താണ്? റസൂൽ പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ജീവിച്ചത് ആ നിലപാടിൽ ജീവിക്കുന്നവർ, ആ നിലപാടിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് ഇവിടെ പ്രസംഗിക്കാൻ വന്ന കക്കുംപടിക്കും അറിയാം, അദ്ദേഹം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനും അറിയാം. പക്ഷേ ആശയ ദാരിദ്ര്യം കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുവാൻ കഴിയാതെ വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സിഹറിലേക്ക് സിഹർ നിഷേധിച്ചു, 30 സമ്മതിച്ചു, 19 കൊല്ലക്കാലം കൊണ്ടുവന്ന ആദർശമൊക്കെ പൊളിഞ്ഞു, അങ്ങനെ സുന്നിയിലേക്ക് ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ ക്ലിപ്പുകൾ മുറിച്ചിട്ടും അല്ലെങ്കിൽ അടവൂരികളും ഈ തീവ്ര സുന്നികൾ എന്നറിയപ്പെടുന്ന കുബൂരികളും ചേർന്നുകൊണ്ട് ഒരുക്കിയ സംരംഭം അങ്ങനെ തന്നെ വായ തൊടാതെ ജനങ്ങളുടെ മുമ്പിൽ ഛർദ്ദിക്കുകയുമാണ് ഇവിടെ വന്ന പ്രാസംഗം ചെയ്തത്. അതുകൊണ്ട് ആ മുസ്തഫ അഷ്റഫി കക്കുംപടിയെ കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലപാട് എന്താണെന്ന് അദ്ദേഹം തന്നെ ഒരു സമ്മേളനത്തിൽ ലഘുലേഖ വായിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടോളൂ.